ആദ്യകാലത്ത് മേക്കപ്പ് എന്നാൽ പരമ്പരാഗതമായ കലാരൂപങ്ങൾക്ക് മാത്രമായിരുന്നു മേക്കപ്പ് ഇട്ടത്. കഥകളി പോലുള്ള അല്ലെങ്കിൽ ഓട്ടംതുള്ളൽ പോലുള്ള കലാരൂപങ്ങൾക്കായിരുന്നെങ്കിൽ ഇന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ സ്കൂൾ കലാ മാമാങ്കമായതിൽ പിന്നെ മേക്കപ്പിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചു. എല്ലാ ഇനങ്ങൾക്കും മേക്കപ്പ് ആവശ്യമായി. എന്തിനു പേരെ പറയുന്നു, മാപ്പിളപ്പാട്ടിന് പോലും മേക്കപ്പിൻ്റെ ആവശ്യങ്ങളായി മാറി. നമുക്കൊന്ന് നോക്കാം. മാഷിൻ്റെ പേരെന്താ? ജയരാജ്. എവിടെയാണ്, ഏത് ഉപജില്ല? ഞാൻ ഇതിപ്പോൾ കൂത്താട്ടുകുളം ഉപജില്ലയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ചമയങ്ങൾ എന്താണ്? ചമയങ്ങൾ ഇപ്പോൾ ആദ്യകാല രൂപങ്ങളിൽ ചമയങ്ങളിൽ നിന്നും ഇപ്പോൾ വ്യത്യാസം വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ? എങ്ങനെയൊക്കെയാണ് വന്നുകൊണ്ട്? ഞാൻ 25 വർഷത്തോളമായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. തുടക്കകാലത്തുണ്ടായിരുന്നതിനേക്കാളും മേക്കപ്പിൻ്റെ മെറ്റീരിയലുകളിൽ, അതിൻ്റെ ക്വാളിറ്റിയിൽ, അതിൻ്റെ ഔട്ട്പുട്ടിൻ്റെ ഭംഗിയിൽ എല്ലാത്തിലും ഇപ്പോൾ നല്ല രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഒരു മേക്കപ്പ് നമ്മൾ സംസ്ഥാന കലോത്സവത്തിലേക്ക് ഇപ്പോൾ എത്തുമ്പോൾ എത്ര രൂപ ഒരു കുട്ടിക്ക് വരുന്നു, ചിലവ് വരുന്നു? അതിൻ്റെ 2-3 മാനദണ്ഡങ്ങളുണ്ട്. കാരണം അതിൻ്റെ ആഭരണങ്ങളും വസ്ത്രങ്ങളും എല്ലാം പല റേഞ്ചിനാണ് വരുന്നത്. ഒറിജിനൽ ടെമ്പിൾ സെറ്റുകളൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ റെൻറ്റ് തന്നെ ഏകദേശം 4000 5000 റെൻറ്റ് മാത്രമായിട്ട് വരും. അതുപോലെ ഡ്രസ്സാണെങ്കിലും നല്ല പട്ടു സാരിയിലൊക്കെ ചെയ്തെടുക്കുമ്പോഴത്തേക്കും 10,000 20,000 വരെയൊക്കെ വരാം. പക്ഷേ അത്രയും സാമ്പത്തികം ഇല്ലാത്ത കുട്ടികൾക്ക് അതിനേക്കാൾ കുറഞ്ഞ രീതിയിലും ഇപ്പോൾ മാർക്കറ്റിൽ നമ്മളുടെ അടുത്തുമൊക്കെ അവൈലബിൾ ആണ്. ഓർണമെൻറ്റ്സുകളൊക്കെ എല്ലാം കൂടി ഒരു 10,000 നിൽക്കുന്ന രീതിയിലും നമുക്ക് ചെയ്യാനാകും. പുരാണ കലയായിരുന്നു അത്. പുരാണ കലയിലേക്ക് ഇപ്പോൾ വന്നപ്പോൾ എല്ലാത്തിനും മേക്കപ്പ് വന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അത് ശരിക്കും സ്കൂൾ കലോത്സവങ്ങൾക്ക് വ്യത്യാസം വന്നിട്ടില്ലേ? അത് വളരെ കുറച്ച് കാര്യങ്ങളിൽ അത് വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അത് ക്രമേണ മാറി വരുന്നുണ്ട്. നാച്ചുറൽ ടോണിലേക്ക്, നാച്ചുറൽ രീതിയിലേക്ക്, ട്രഡീഷണൽ രീതിയിലേക്ക് വീണ്ടും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്.